ഗോവിന്ദചാമി എന്ന പേരുള്ള ഒരു കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസിയായിരുന്നു. ഗോവിന്ദചാമിയുടെ പേരിലുള്ള കേസ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ കേസ് കേരള ഹൈക്കോടതിയിൽ തീരുമാനിച്ചത് ഞാനും മറ്റൊരു ജഡ്ജിയും കൂടാണ്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ എഴുതിയതുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും മറ്റും അതിൻ്റെ മേളിലുള്ള സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ചുമൊക്കെ എൻ്റെ ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അധ്യാപകനുണ്ട്, എന്നെ ലോ കോളേജിൽ പഠിപ്പിച്ച സത്യശീലൻ സാറ്. അദ്ദേഹം ഇപ്പോൾ ഒരു ലോ കോളേജുകളുടെയൊക്കെ പ്രിൻസിപ്പലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആ നിലയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ നന്നായിട്ട് ഒരു പ്രമുഖ ദിനപത്രത്തിൽ എഴുതി. അപ്പോൾ അദ്ദേഹം എൻ്റെ ജഡ്ജ്മെൻറ്റിന് അനുകൂലമായിട്ട് എഴുതിയതാണ്. അത് എൻ്റെ കൂടെയുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ല, പക്ഷേ വാത്സല്യം ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. എന്നാലും അത് വളരെ കുലങ്കക്ഷമായിട്ട് വിലയിരുത്തി ആ ജഡ്ജ്മെൻ്റ് എഴുതി. എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് വരാനിരിക്കുന്ന എൻ്റെ സർവീസ് സ്റ്റോറിയുണ്ട്, അതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് ഒരുപാട് എല്ലാ കേസുകളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നെ മുമ്പേ നടന്ന പ്രമാദമായ എല്ലാ കേസുകളെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതും ഞാൻ പറയും. ഇന്ന് എല്ലാ ചാനലുകളിൽ നിന്നും ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. കാരണം സംസാരിച്ചാൽ അവർ ആ കേസിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിക്കും, എനിക്ക് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ മാധ്യമത്തിലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ആ കേസിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ മെറിറ്റിലേക്കും ഞാൻ പോകുന്നില്ല. അത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ ഇങ്ങനൊരു കുറ്റവാളിയെ സ്ഥിരമായിട്ട് പുറംലോകം കാണിക്കാതെ ജയിലിൽ തന്നെ അടയ്ക്കണം എന്ന് ഉള്ള ഉത്തരവ് നിലനിൽക്കെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതേപോലെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പാർപ്പിച്ചിരുന്ന അയാൾ ആ ജയിൽ ചാടി ഇന്ന് രാവിലെ വെളിയിൽ പോകാനുള്ള ഇടയുണ്ടായി. അത് ഒരുപാട് പേരുടെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദചാമിക്ക് ഏറ്റവും വിരോധമുള്ളത് എന്നോടായിരിക്കണം. പക്ഷേ എനിക്കത് ഈ ഭയമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയപ്പാടുണ്ടായിരുന്നത് മറ്റാളുകളുടെ പ്രശ്നത്തിലാണ്. അതായത് മറ്റ് സ്ത്രീജനങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ജനങ്ങളെ ആകെ പാനിക്കിലാക്കിയ ഒരു സംഭവമാണ്. കേരളം മുഴുവൻ ഉണർന്നു. ഈ ന്യൂസും കേട്ടോണ്ടാണ് ആദ്യം ഇത് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഏഷ്യാനെറ്റാണ് ഈ ന്യൂസ്. ഉടനെ തന്നെ ബാക്കി എല്ലാ ചാനലുകളിലും വന്നു. ഞാനിത് മുഴുവൻ കാണുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് നമ്മൾ ചോദിച്ചാൽ നോക്കണം. അയാൾ ഈ പറയുന്ന അയാളുടെ ഈ ഇടത് കൈയുടെ ഈ കൈപ്പത്തി വെച്ച്, അതായത് റിസ്റ്റിൽ വെച്ച് അത് മുറിച്ച് മാറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇയാളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വിലങ്ങിടാൻ പറ്റത്തില്ല, മറ്റാളുകളെ പോലല്ല, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെടാനിടയായി. ജയിലിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ജയിലിലെ CCTV ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിച്ചു. കുറിച്ചത് മാത്രമല്ല, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇയാളുടെ അടുത്ത ആൾക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. അതെന്താ കാരണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി ഇതേപോലെ ഉള്ള ഒരാളാണ് അയാൾ ഈ ജയിൽ ചാടി എന്ന് പറഞ്ഞാൽ ജയിൽ ബ്രേക്കിംഗ് ആണ്. ആ റൂം ബ്രേക്ക് ചെയ്തതാണ്. ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കമ്പി അഴികളാണ്. കമ്പി അഴി എന്ന് പറഞ്ഞാൽ വെറുതെ കൈകൊണ്ട് പിടിച്ചാലൊന്നും വളയുന്ന കമ്പി അഴിയല്ല, ഗ്രില്ല് പോലുള്ള വലിയ നല്ല കമ്പി. ഈ കമ്പി അഴി അറുത്ത് മാറ്റി, ആക്സോ ബ്ലേഡ് പോലുള്ള ഒരു സാധനം കൊണ്ട് വളരെ ദിവസങ്ങൾ ഉപയോഗിച്ച് ഇയാൾ അറുത്ത് മാറ്റിയിട്ട് ആണ് അതിൽ നിന്നും ഇയാൾ ഇറങ്ങിപ്പോയത് എപ്പോഴാണെന്നറിയോ? 5:15 അപ്പോൾ ഇതിൻ്റെ സമയമൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. ഈ 5:15 ഈ സമയത്ത് അയാൾ CCTVയിൽ ഇയാൾ പെടും എങ്ങനെയായാലും. പക്ഷേ CCTVയിൽ ഉണ്ട് താനും ഇയാൾ ഇറങ്ങിപ്പോകുന്നതൊക്കെ. CCTVയിൽ ആ സമയത്ത് നോക്കിയിരിക്കേണ്ട ആൾ CCTV ചുമ്മാ വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ ജയിലിലാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ വീക്ഷിക്കുക എന്ന് പറയുന്നത് ആ CCTV നോക്കിയാൽ ഒരാൾ നോക്കിയിരുന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ നോക്കാൻ അവിടെ ഇല്ല ആ സമയത്തെന്ന് ഇയാൾക്കറിയാം. എങ്ങനെ അറിയാം? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അത് കൂടാതെ ഇയാളെപ്പോലുള്ള കൊടും കുറ്റവാളികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചേക്കുന്ന ഈ സ്ഥലങ്ങളിൽ
അവിടെ അവിടെ വന്ന് എവറി 2 hours എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും അവിടെ വന്ന് ഇത് നോക്കി ചെക്ക് ചെയ്തിട്ട് അത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. അങ്ങനെയുള്ള ഒരാളുണ്ട് അവിടെ. ഒരു ജോലി ഒരാൾ ചെയ്തേ പറ്റുള്ളൂ. അതെന്തുകൊണ്ട് ചെയ്തില്ല? കാരണം 5:15 1:15 വെളുപ്പിനെ 1:15 ഇയാൾ ബ്രേക്ക് ചെയ്തിട്ട് ജയിലിൽ ചാടുന്നു. അവസാനം അത് 5:30 മണിയായപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ പീരീഡിൽ ആരും ഇയാളെ വാച്ച് ചെയ്യാൻ ചെന്നില്ല, നോക്കാൻ ചെന്നില്ല എന്നുള്ളതല്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അതുമല്ലാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇയാളുടേതെന്നും പറഞ്ഞ് പുറത്ത് ആദ്യം വിട്ട ഏഷ്യാനെറ്റും മറ്റെല്ലാ ചാനലുകളും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് പുറത്ത് വിട്ട ഫോട്ടോഗ്രാഫ് ഉണ്ടല്ലോ, അത് ഒരു കുറ്റിത്താടിയുള്ള ഒരാളുടെ പടമാണ്. അപ്പോൾ അത് ഇയാൾ തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ ഇയാൾക്ക് ഇപ്പോൾ ഇത് ശരിയായ ഫോട്ടോ ആണോ? അല്ലല്ലോ. ഇയാൾക്ക് നല്ല ശരിക്ക് താടിയുണ്ട്, അയാൾക്ക് താടിയുണ്ട്, മുടി വളർത്തിയിട്ടുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന ഒരുത്തന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളവന്മാർക്ക്. അതൊക്കെ അതിൽ പാലിച്ചിട്ടുണ്ടോ? അവിടെ ബാർബറൊന്നും ഇല്ലാത്തതല്ലല്ലോ, ജയിലിൽ സ്ഥിരമായിട്ട് ബാർബറൊക്കെ ഉള്ളതാണ്. അത് എന്തുകൊണ്ട് ഇയാൾക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടി? ഇനി കൊടുത്തത് വീണ്ടും വേറെ ചില കാര്യങ്ങൾ. ഇയാളുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജയിലിൽ ഒരു ജയിൽ പുള്ളിയെ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുചെന്നാൽ അയാളുടെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി അവിടെ റെഡിയാക്കി അതിന് പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ സൂക്ഷിക്കും. എന്നിട്ട് ജയിലിലിടേണ്ട ഡ്രസ്സ് കൊടുക്കും. ഈ വേഷം ഇട്ടുകൊണ്ടേ ജയിലിൽ കിടക്കാൻ നോക്കുള്ളൂ. കാരണം ഈ വേഷം ഇട്ടിട്ട് ഒരുത്തന്നെ ഇറങ്ങി വെളിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റും. പക്ഷേ ഇയാൾ പാൻറ്റും ഷർട്ടും ധരിച്ചേക്കാണ്. ഇതെങ്ങനെ കിട്ടി അയാൾക്ക്? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇതുപോലുള്ള ഒരുപാട് സെക്യൂരിറ്റി ലാബ്സ് അവിടെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇതല്ല പ്രശ്നം. ഇയാൾക്ക് ഈ ആക്സോ ബ്ലേഡ് ഉണ്ടല്ലോ, എന്നാൽ എല്ലാ തടവുള്ളികൾക്കും സപ്ലൈ ചെയ്യുമോ ജയിലിൽ നിന്ന്? ഈ കമ്പി അഴി അറുത്ത് മാറ്റാനുള്ള സാധനം എല്ലാ തടവുള്ളികൾക്കും സപ്ലൈ ചെയ്യുമോ? അപ്പോൾ ഇയാൾക്ക് ഇതെങ്ങനെ കിട്ടി? ഇത് കിട്ടിയത് ഇനി ഒന്നുകിൽ തടവുള്ളികൾ അവർ വെളിയിൽ പോയിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് എങ്ങാണോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എറിഞ്ഞു കൊടുത്ത് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ജയിലിൽ വെളിയിൽ നിന്ന് തന്നെ കഞ്ചാവ് എറിഞ്ഞു കൊടുക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യം കുപ്പി വെളിയിൽ നിന്ന് എറിഞ്ഞു കൊടുക്കും, താഴോട്ട് വെളിയിൽ നിന്ന് എറിയും, അവിടെ താഴെ പോയി നിൽക്കും, അതെടുക്കും. ആ രീതിയിൽ കണ്ടിട്ടുണ്ട്. മൊബൈൽ ഇതേപോലെ തന്നെ സിം കാർഡുകൾ ഇതൊക്കെ എത്തിക്കാറുണ്ട് പലപ്പോഴും. അത് ഒരുപാടെണ്ണം അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പിടികൂടിയിട്ടുള്ളതുമാണ്. ഇനി ഇതല്ല ഇതിനകത്തെ പ്രശ്നം. ഈ ആക്സോ ബ്ലേഡ് എങ്ങനെ കിട്ടി? അതൊരു സാധാരണ ഒരു തടവുള്ളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അല്ലെങ്കിൽ ജയിലിലെ പണിപ്പുരകളുണ്ട് കേട്ടോ, അവിടെ ഇതുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? നോക്കണ്ടേ? അപ്പോൾ അവിടെ എല്ലാം സെക്യൂരിറ്റി ലാബ്സ് അല്ലേ വന്നേക്കുന്നത്, അത് കാണണം. ഇനി ഇതൊന്നുമല്ല, ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവന് ഒരു കവറിനകത്ത് കുറേ തുണികളുമായിട്ടാണ് ഇങ്ങനെ പോയേക്കുന്നത്. അല്ലാതെ തന്നെ ഇതിപ്പോൾ കയറി നിൽക്കാൻ, അതായത് ആദ്യം ഇതുപോലെ ഒറ്റക്കൈയുള്ള ഒരുത്തനാണ്, പക്ഷെ മറ്റേ കൈ അവൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, വിരലുകളില്ല എന്നുള്ളത് ഒഴിച്ചാൽ ആ കൈ ഒരുപാട് ഭയങ്കര ഒരു സ്റ്റമ്പാണ്. അത് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ കിഴിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഇടിയാണ് ഇടിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇയാളെക്കുറിച്ച് നന്നായിട്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. അപ്പോൾ ഇയാൾ ഇവിടെ തുണി കെട്ടി, മുകളിൽ തുണി കെട്ടിയിട്ടുണ്ട്. ആ തുണി കെട്ടിയിട്ട് ആ തുണിയിൽ പിടിച്ചാണ് ഇയാൾ ചാടി താഴേക്ക് പോയേക്കുന്നത്. ഇനി അവിടെ മുഴുവൻ, അതായത് ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളതാണ് ഈ മതിലിൻ്റെ. 7.5 അടി ഉയരമുള്ള മതിലാണ്. 7.5 അടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 7.5 അടിയാകുമ്പോൾ ഏതാണ്ട് 30 അടിയോളം ഉയരം വരും. ഈ ഉയരം ഇത് കയറണം. ആദ്യം ഇത് കയറിയിട്ടാണല്ലോ ഇതവിടെ കെട്ടിയത്. ഇത് കയറണമെങ്കിൽ ഒന്നുകിൽ വേറെ ആരെങ്കിലും കയറി കെട്ടി കൊടുത്ത് കാണും, അല്ലെങ്കിൽ ഇയാൾ തന്നെ കയറി കെട്ടണം. അപ്പോൾ അവിടെ അത് കെട്ടിയാലേ ഇത് പറ്റുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇയാൾ കയറാനായിട്ട്
അവിടെ കുറേ വെള്ളം കൊടുക്കുന്ന ക്യാനുകൾ, ധാരാളം ക്യാനുകൾ കേട്ടോ, അത് അടുക്കി വെച്ചിരുന്നെന്നും ആ ക്യാനുകൾ എടുത്ത് അടുക്കി അതിൻ്റെ മുകളിൽ കയറിയാണ് ഇയാൾ മതിൽ കയറിയതെന്നും പറയപ്പെടുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഇപ്പോഴും അന്വേഷിച്ചാലേ മാർഗമുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യാനുകളൊക്കെ ഇത്രയും അതിസുരക്ഷയുള്ള ഇതേപോലെ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് അടുത്ത് കൊണ്ടുവന്ന് ഈ മതിലിനോട് ചേർത്ത് യുവമാർക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ട വിധത്തിൽ ഈ ക്യാനുകൾ കൊണ്ടുവച്ച് കൊടുത്തത് ആരെ? എങ്ങനെ ഈ ക്യാനുകൾ അവിടെ വന്നു? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, ഇയാൾ കെട്ടാൻ ഉപയോഗിച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ തുണി, അത് ഇയാൾക്ക് എവിടുന്ന് കിട്ടി? ഷീറ്റുകളൊക്കെയാണ് നല്ല പിരിച്ച് നല്ല ശരിയായിട്ട് ഇങ്ങനെ ആരോഗ്യമുള്ള ഒരുത്തനെ പിടിച്ച് അതിൽ നിന്ന് ഇറങ്ങി ചാടാൻ ആയിട്ട് ഉള്ള ഈ തുണി ഇതെവിടുന്ന് ഇയാൾക്ക് കിട്ടി? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. 7.5 അടി ഉയരമുള്ള മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിങ്, വലിയ ഇലക്ട്രിക് ഫെൻസിങ് ആണ്. ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് ഇയാളെങ്ങനെ മനസ്സിലാക്കി ഈ സമയത്ത്? അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഒരുപാട് മുൻ ഒരുക്കങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഈ മുന്നൊരുക്കം നടത്തിയിട്ട് പോലും ഇത് ആരുടെയും ജയിലിലെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ, അത് മാത്രം ഇയാൾ പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് 1:15 വെളിയിൽ ഇറങ്ങിയവനാണ്. ഇവനെ അവസാനം പിടിക്കുന്നത് ഒരു 10 മണിയോടുകൂടിയാണ്, 9:30-10 മണിയോടുകൂടിയാണ് പിടിക്കുന്നത്. ആ പിടിച്ചത് ഒന്നും പോലീസിൻ്റെ വലിയ കഴിവെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. അവിടെ ഈ ട്രാക്കർ ഡോഗ്, അതായത് സ്നിഫർ ഡോഗിനെ കൊണ്ടുവന്നു, പോലീസ് നായെ കൊണ്ടുവന്നു. പോലീസ് നായ കറക്റ്റായിട്ട് ഇതിൻ്റെ മണം പിടിച്ചതിന് ശേഷം നേരെ 2 കിലോമീറ്ററാണ് ആ നായയും പോലീസുകാരും ഒക്കെ ആയിട്ട് ഓടുന്നത്. അതിൻ്റെ പുറകെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും. 2-2.5 കിലോമീറ്റർ അപ്പുറത്ത് കണ്ണൂർ നേരെ ഈ സ്ഥലത്തേക്കാണ് ഈ നായ ഓടുന്നത് കേട്ടോ, ആ ഡയറക്ഷൻ. പക്ഷേ നായ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പിടിക്കപ്പെട്ടു. അതിൻ്റെ കാരണം ഒരാൾ, അതായത് ഒരു ചെറുപ്പക്കാരനും മറ്റൊരാളും, അവർക്ക് കണ്ടപ്പോൾ സംശയം തോന്നി, ഇയാളെ ഇവനല്ലേ ഇത്? അപ്പോൾ ഇയാളെ ഈ ഒറ്റക്കൈ കണ്ടാൽ പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയുമല്ലോ. അതിനവൻ ചെയ്ത പണി എന്തെന്നറിയോ? യവനെ ഒരു കവറിനകത്ത് ഈ ബെഡ്ഷീറ്റോ വേറെ ഏതാണ്ട് തുണികളോ എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ചിട്ട് ഈ കൈ ഈ സ്റ്റമ്പ് ഉണ്ടല്ലോ നേരെ അതിനകത്തോട്ടാക്കിയിട്ട് ഇത് തലയെ വെച്ചോണ്ട് വളരെ പതുക്കെ സാവധാനം ഇങ്ങനെ നടന്നങ്ങ് പോയി, കൂളായിട്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നതായിരിക്കാം, മേ ബി. ഏതായാലും ഈ കണ്ട ആൾക്ക് ഒരു സംശയം തോന്നിപ്പോയി. അവർ ഗോവിന്ദച്ചാമി എന്നൊന്ന് വിളിച്ചുടനെ ഒരൊറ്റ ഓട്ടം. അപ്പോഴത്തേക്ക് അവർക്ക് ഉറപ്പായി ഓടിയത് ഈ പറയുന്ന പഴയ ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലേക്കാണ്, അവിടെ ഉള്ള കെട്ടിടത്തിലേക്കാണ്. ഏതായാലും അവരുണ്ടല്ലോ, അവർ പോലീസിനെ ഇമ്മീഡിയറ്റ്ലി വിളിച്ചറിയിച്ചു, കാരണം ഇവൻ ഇവിടെ ഉണ്ട്, ഇവൻ പോയിട്ടുണ്ട്, ഇവനെ പേര് വിളിച്ചപ്പോൾ ഇവൻ ഓടി. അങ്ങനെയാണ് അവനെ പിടിച്ച, അല്ലാതെ വേറെ ആരുടെയും വലിയ കഴിവൊന്നും അല്ലത് കേട്ടോ. ഈ പോലീസ് നായം ഈ ഡയറക്ഷനിലേക്ക് തന്നെ പോയതും അതും വലിയ കഴിവാണ്. ഈ നായയുടെ കനൈൻ സ്പീഷീസിൻ്റെ ആ കഴിവുണ്ടല്ലോ, നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഈ കൊടും കുറ്റവാളിയെ ഏതായാലും പിടികൂടിയത്, അതോ എന്നിട്ട് കെട്ടിടത്തിൽ ചെന്നപ്പോൾ എന്താണ്, അവൻ അവിടെ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരുന്നു. ഇത് പോലീസ് വളഞ്ഞു എന്ന് അവന് മനസ്സിലായപ്പോൾ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ ഇറങ്ങി ഉടുപ്പ് ഊരി കളഞ്ഞിട്ട് നേരെ അവിടെ ഒരു കിണറുണ്ട്, അതിലോട്ടങ്ങ് ചാടി. അതിൽ വെള്ളം കുറവായതുകൊണ്ട് ഇനി അവന് ചിലപ്പം വെള്ളത്തിൽ നിൽക്കാനുള്ള കഴിവ് കണ്ടേക്കാം, എനിക്കറിയില്ല. ഏതായാലും അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ജീവൻ രക്ഷപ്പെട്ടു അവനെ ജീവൻ രക്ഷപ്പെടാമെന്നോ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഇതിപ്പോൾ ഞാൻ ആഗ്രഹിക്കുക, ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, വല്ല തെലുങ്കാന, അതേപോലെ അല്ലേ UP, ഇതുപോലൊക്കെ ഡൽഹി, ഹരിയാന, ഇവിടെയൊക്കെ ആയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. ഇവനെയൊക്കെ ചെലവിന് കൊടുത്ത് നമ്മൾ എത്ര നാൾ പോറ്റണം? ഇതുപോലെ ഇവനെയൊക്കെ വളരെ സുരക്ഷയും കൊടുത്ത്, വേണ്ട സൗകര്യം കൊടുത്ത്, നല്ല ആഹാരമൊക്കെ സമയങ്ങളിൽ കൊടുത്ത്, നല്ല ഉറക്കമൊക്കെ കിട്ടി, ഇവനെ എന്തിനിങ്ങനെ കീപ്പ് ചെയ്യണം? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ജനങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയിരുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ പോലീസ് പിടിക്കുന്നതിന് മുമ്പ്, പിന്നെ റെഡിയായി കിട്ടിയനെ, പിന്നെ അവൻ്റെ പൊടി പോലും കിട്ടത്തില്ല എന്ന ആ പരുവായന. കാരണം ജനങ്ങൾക്ക് അത്രത്തോളം വൈരാഗ്യം ഇവനോടുണ്ട്, ഇങ്ങനെയുള്ളവന്മാരുടെ അടുത്ത് ഉണ്ട് പലപ്പോഴും, മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഏതായാലും ഇവനെ പിടികൂടാൻ പറ്റിയത് ഒരു വലിയ കാര്യം. ഒരു വലിയ ആക്ഷേപത്തിൽ നിന്നാണ് ഇവിടുത്തെ പോലീസും അതുപോലെ ജയിൽ അധികൃതരും രക്ഷപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. ഇപ്പോൾ
3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്നും ആയില്ല. വളരെ ശരിയായ രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, കുലങ്കക്ഷമയെ അന്വേഷിക്കണം. ജയിൽ ഉദ്യോഗസ്ഥരല്ലെങ്കിൽ സഹതടവുള്ളികളിൽ ആര് ഇവന് വേണ്ട സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ശരിയായ ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ വേണ്ടത്. ഏതായാലും ഇവനെ പിടിക്കാൻ ഇടയായത് എല്ലാവരുടെയും ഭാഗ്യം എന്ന് കരുതിയാൽ മതി. കേരളം വിട്ടിരുന്നെങ്കിൽ വിടാനുള്ള സമയമായി. പക്ഷേ അവന് പുറത്തുനിന്ന് വലിയ സഹായം കിട്ടിയിട്ടില്ല ഇതിന് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.